ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു നോർമൽ വീഡിയോ ആണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണെന്ന് പറയാം. കാരണം ഇന്ന് നമ്മൾ 31 ഡിസംബറാണ്, അതായത് 2024 അവസാനത്തെ ദിവസമാണ്. ക്ലാസ്സൊക്കെ ഉണ്ട്, നോർമൽ ഡേ ആണ്. അപ്പോൾ എന്തായാലും അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിന്ന് രാവിലെ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ രാവിലെ നീച്ച് കുളിക്കുക, കുറച്ച് പരിപാടികൾ അടിച്ചൊരു അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എണീക്കണ തന്നെ ഒരു 7 മണിയല്ല, ഒരു 6:30 6:45 ആയിക്കണ്. അപ്പോൾ പിന്നെ ഈ പരിപാടിയും അടിച്ചോരലും കുളിക്കലും ഒക്കെ പാടെ ചെയ്ത് വന്നപ്പോഴത്തേന് ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. അതോടെ തന്നെ മേക്കപ്പ് ചെയ്യാനും ഫുഡ് കഴിക്കാനും ബുക്ക് പോലും ഞാൻ തലേദിവസം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം സ്കൂൾക്ക് പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നു. സ്കൂളിൽ നിന്ന് കുഴപ്പമുണ്ടായിരുന്നില്ല, എന്താ പറയുക, സാധാരണ നോർമൽ ഡേ തന്നെയായിരുന്നു. വന്നപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ വേഗം കഴിച്ചു. അങ്ങനെ പിന്നെ അതിനൊക്കെ ശേഷം ഞാൻ പോയി കുളിച്ചു. എന്നിട്ട് പിന്നെ കുറച്ച് നേരം പഠിക്കാമെന്നല്ല, കാരണമൊക്കെ പഠിക്കാൻ കൂടിയിട്ടിരുന്നില്ല. ഇനി ജനുവരി 1 ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്ത് സമയം കളയാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഈ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അധികവും ഈ ജേർണലിങ് അങ്ങനത്തെ ഓരോന്ന് പ്ലാൻ ചെയ്യണതും 2025 അങ്ങനത്തെ ഓരോ കാര്യങ്ങളായി കണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു പെട്ടി എടുത്തത്. അതിലിൻ്റെ കുറച്ച് ബുക്കുകളും കുറച്ച് കളർ പെൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എടുത്തിട്ട് അങ്ങനെ ഓരോന്ന് തപ്പാണ്. പക്ഷേ വിചാരിച്ച മാതിരി ഒന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ ചെയ്തു, പക്ഷേ ഒരു തൃപ്തി കിട്ടിയില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ കുറച്ച് മുന്നേ വരച്ചതാണ്. ഒരു ടൈമിൽ ഈ വരക്കണ ഭ്രാന്തുണ്ടായിരുന്നു. അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി. അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ എന്താ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ കുറേ നേരം ഈ ബുക്കും പിടിച്ച് ഇങ്ങനെ ഇരുന്ന് സമയം കളഞ്ഞു. അങ്ങനെ ഒരു നീണ്ട ആലോചനയ്ക്ക് ശേഷം ഞാൻ ജേർണലും കാര്യങ്ങളൊന്നും വേണ്ട, മോഡൽ എക്സാം വരികയാണ് ജനുവരി 23 അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വിചാരിച്ചു. എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ദിവസം പഠിക്കണം, അങ്ങനെയൊക്കെ. ഇങ്ങനെ എഴുതി വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ ഞാൻ മാക്സിമം ഇതനുസരിച്ച് പഠിക്കാൻ നോക്കലുണ്ട്. എന്നാലും 1-2 ചാപ്റ്റേഴ്സൊക്കെ വിട്ടുപോകുന്നല്ലാതെ മാക്സിമം ഞാൻ നോക്കലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു നല്ല ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ ഈ ബുക്കിലല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കും, ഈ ഒരു ദിവസം ഇത്ര ചാപ്റ്റർ പഠിക്കണം അങ്ങനെ ഞാൻ എഴുതി വെക്കും കേട്ടോ, നോർമലായിട്ട്. അപ്പോൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാ യൂട്യൂബ് വീഡിയോസിലും കാണുന്ന പോലെ കുറേ മോഡലാക്കി വെച്ചു. പോരാത്തിന് എഴുതിയതൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചു. കാരണം കാണുമ്പോൾ ഒരു കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, അങ്ങനെയും വല്ലൊന്ന് പഠിക്കട്ടെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഹൈലൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരാവശ്യവും ഇല്ലാത്ത കാര്യങ്ങളാണ്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി എഴുതിയിട്ട് ഇങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആൻസർ ഷീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് എക്സാമിൻ്റെ. അപ്പോൾ എന്തായാലും ഇത് ഞാൻ അപ്പം കാണിക്കണില്ല. വേണമെങ്കിൽ മൂടുണ്ടതിൻ്റെ ബാക്കി മാർക്കും കൂടി നോക്കിയിട്ട്, അല്ല എന്തായാലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. അതിപ്പോൾ മാർക്കില്ലെങ്കിലും പൊട്ടിയാലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കണ്ടേ. ഫുൾ പേപ്പർ ഇട്ടട്ടെ. പിന്നെ നമ്മൾ അവിടെയൊക്കെ വൃത്തിയാക്കി. അപ്പം ഞാൻ വൃത്തിയാക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഫയൽ കണ്ടത്. അതിലാണെങ്കിൽ കുറച്ച് ഗ്ലിറ്റർ പേപ്പേഴ്സും കളർ പേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ വിചാരിച്ചു. 8 മണി ആ സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി സമയമുണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞാനൊരു ഗ്ലിറ്റർ പേപ്പർ എടുത്തു. ഞാൻ ശരിക്കും ഈ സൈഡ് കാണിക്കുന്ന ഈ ഒരു സാധനം ചെയ്യാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ നിന്നോട് ചോദിക്കരുത്, കാരണം ഞാൻ ഈ ഒരു യൂട്യൂബിൽ കണ്ടിട്ട് ഓരോ സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെയാണ് ഇങ്ങനെ ഫ്രീ ആയി കിടക്കണ വല്ല പേജ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഏതോ കാലത്ത് ഞാൻ വാങ്ങി വെച്ച ഒരു 8-10 കൊല്ലമായിട്ടുണ്ടാവും ഈ ഗ്ലൂഗൺ വാങ്ങിയിട്ട്. അതൊക്കെ ഞാൻ തപ്പി പിടിച്ച് ആകെ പൊടിയൊക്കെ പിടിച്ചിറക്കിയിരുന്നു. അതൊക്കെ എടുത്ത്, കാരണം ഇതൊട്ട് സാധാ പശയല്ല, നോർമൽ ഒരു പശയില്ല, അപ്പം ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് ഒട്ടിച്ചു. പിന്നെ കുറേ ബുക്കിൻ്റെ പേജ് ഞാൻ യൂസ് ചെയ്യുന്ന ഏതോ ബുക്കാണ്, പക്ഷേ അതൊക്കെ എടുത്ത് കീറി ഇങ്ങനെ ക്ലൗഡ്സൊക്കെ വരച്ചു. ഇതിൻ്റെ ആവശ്യമുണ്ടോ ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഒരാവശ്യമില്ല, വെറുതെ ഓരോ ഭ്രാന്തകളാണ്. എന്നാലും സമയം പോകേണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യണതാണ്. അങ്ങനെ അതും നമ്മൾ ഒട്ടിച്ചു. അവസാനം ഈ ഒരു സാധനമാണ് അയക്കണത്. ഞാൻ വിചാരിച്ച മാതിരിയൊക്കെ അയക്കണ്. അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റേഷൻസ് യെസ് റിയാലിറ്റി. എനിക്ക് കുഴപ്പമില്ലാതെ തോന്നിട്ടോ. പിന്നെ അവിടെ വേഗം വൃത്തിയാക്കി. കാരണം ഇന്ന് രാവിലെ ആയ മാതിരി നാളെ രാവിലെ ആവരുത്. ബുക്കൊക്കെ വേഗം എടുത്തിച്ചു, അല്ലെങ്കിൽ നാളെയും സമയം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ബുക്കൊക്കെ എടുത്തിച്ചു, ഫുൾ സെറ്റാക്കി. പിന്നെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ എന്തൊരു കറി ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അപ്പോൾ തന്നെ 10-11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഫോൺ കണ്ടതിന് ശേഷം ഞാൻ നേരെ പോയി ഉറങ്ങി. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.